മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇത് നമ്മുടെ വെബ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മളൊക്കെ കഴിഞ്ഞ വീഡിയോക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല, ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് ഒരു ലാമനെയും ഒരു കുതിരനെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ കെട്ടിയിട്ട് ഇത് രണ്ട് ഓടി കളിക്കുകയാണ്, ഓടാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഓടിയാൽ ഞാൻ ചിരട്ടക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടോ. തുപ്പ് ഓടിക്കോ. നമ്മുടെ ലാമ തുപ്പുന്നൊരു ജീവിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഗൈസ്, എനിക്ക് ഫുഡ് വേണം. എനിക്ക് ഫുഡ് ഇല്ല. എൻ്റെ കയ്യിൽ ഫുഡില്ല ഗൈസ്. ഞാൻ വീട്ടിനുള്ളിൽ ചെറിയ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ചെസ്റ്റ് ചെറിയ സെറ്റപ്പൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ചെസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. അതിന് നമുക്ക് സോഡ് വേണം, പിന്നെ ആക്സ് ഇല്ല, അത് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഒരു ഷവല് എടുക്കട്ടെ. തന്നെ അതെ, ഷവൽ ഇവിടെ വെച്ചു. അതിന് പിന്നെ പിക്കാക്സ്, ലൈറ്റും ഇല്ല ഗൈസ്. നമ്മുടെ സ്റ്റിക്ക് എന്തായാലും എടുത്തേക്കാം. ഒരു പിക്കാക്സ് ഇവിടെ ഇരിക്കട്ടെ. ഗൈസ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മതിയായിരിക്കും. ഇത്രയും സാധനങ്ങൾ മതി. ഈ ചെസ്റ്റിൽ ഇപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളൂ. നമ്മളൊരു 2 ഗോൾഡൻ ചെസ്റ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 2 എൻചാൻറ്റഡ് ഗോൾഡൻ സാധാ ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. പിന്നെ 2 ഗോൾഡിൻ്റെ പ്രഷർ പ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആ റൂയിൻ്റെ പോർട്ടലിൻ്റെ അടുത്തുള്ള ജസ്റ്റ് ഒന്ന് കിട്ടിയതാണ്. ഓക്കെ, പിന്നെ നമ്മൾ 64 സ്റ്റാക്കായ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലാണ് ഇട്ട് വെക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ 64 സ്റ്റാക്കായ. ഡേർട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഡേർട്ടിന് പേര് ഇഷ്ടം പോലെ സാധനമുണ്ട്. ഓക്കെ, നമ്മൾ കോള അങ്ങനെ ഇല്ല. നമുക്ക് ഈ കോള സ്വിച്ച് അങ്ങനെ എടുത്തേക്കാം. അല്ല, ആ കോൾ എടുക്കാം. നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടുത്തെ കോൾ എടുക്കാം. ഓക്കെ, അത് സെറ്റ്. ഓക്കെ, നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് വേണ്ട ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോൺ വേണം. ഒരു ആക്സ് ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് അയണും കാര്യങ്ങളൊക്കെ തപ്പിപ്പോകണം ഗൈസ്. നമ്മൾ ഷീൽഡ് എടുത്തില്ല ഗൈസ്. ഷീൽഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇന്ന് നമുക്ക് അയണും കാര്യങ്ങളൊക്കെ തപ്പിപ്പോകണം. ഒരു പിക്കാക്സ് കൂടെ എടുത്തേക്കാം. നമ്മളിന്ന് മൈനിങ്ങിനാണ് ഗൈസ് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അയ്യോ ഇതെന്താ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പിക്കാക്സ് കൂടെ വേണമെങ്കിൽ ഒരു പിക്കാക്സ് കൂടെ എടുക്കുക ഗൈസ്, പ്രശ്നമൊന്നുമില്ല. ഒരു പിക്കാക്സ് കൂടെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. അവിടെ 2 ജസ്റ്റ് എന്നാലും ക്രാഫ്റ്റ് ചെയ്തേക്കാം ഗൈസ്. നമുക്ക് പോവാം. നമ്മളിൽ ആർമറൊന്നും ഇല്ല. നമുക്ക് ആർമറൊക്കെ സെറ്റ് ചെയ്യണം. ടൈം ഉണ്ടല്ലോ, നമുക്ക് ആർമറൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എവിടെ നിന്ന് നമുക്ക് എവിടെ നിന്ന് ഞാൻ വേറൊരു ചെറിയ കാര്യം കാണിച്ചു തരാം. ഞാൻ ചെയ്തതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 സ്ഥലത്തായിരുന്നു നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതിൽ ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയല്ല ഗൈസ്. ഓക്കെ, നമ്മൾ 2 സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്ഥലം ഇതാണ്. ഇവിടെയാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഓക്കെ, ഇതെന്താ? ഓക്കെ, നമ്മൾ നേരെ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഷീൽഡ് വെക്കാൻ പോയി. ഓക്കെ, ഷീൽഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓഫ് ഹാൻഡിൽ ഷീൽഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിത് ഇതിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. ഞാനവിടെ ഒരു ചെറുങ്ങനെ ഞാൻ പൊട്ടിച്ച് ഫ്ലാറ്റ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് വേൾഡ് മാതിരി ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും സ്ഥലം ഞാൻ ക്ലിയർ ചെയ്തതാണ്. നമുക്ക് ഇവിടെയാണ് നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ അവിടെ ഉണ്ടാക്കാം, വേണമെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാക്കാം ഗൈസ്. എന്തായാലും പ്രശ്നമില്ല. നമുക്ക് മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് പോകാൻ വേണ്ടി നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ മൈൻ ചെയ്താലോ? അത് വേണ്ട ഗൈസ്, അത് ശരിയാവില്ല. അപ്പോൾ നമുക്ക് മൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്ട്രിപ്പ് മൈൻ ചെയ്യാം. അതായത് സ്ട്രെയിറ്റ് മൈൻ ചെയ്യാം അടിയിലേക്ക്. ഈ റോട്ട അല്ല, നമുക്ക് ഈ കോബിൾ സ്റ്റോണുള്ള സ്ഥലത്ത് പോകാം. അതായത് ഇവിടെ ആയിട്ട് മൈൻ ചെയ്യാം ഗൈസ്.
ഇവിടെ വേണ്ട, ഇവിടെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവിടെ പക്ഷെ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞൊരു വോയിസ്. ഓക്കെ, ഇവിടെ മതി അതല്ലേ. ഓക്കെ, നമ്മളങ്ങനെ അടിയിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പിന്നെ ഇത് കുറച്ച് അധികം കൊടുക്കും. നമ്മളിങ്ങനെ പോയി ഒരു കേവിലെത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേവിലെത്തിയാൽ പിന്നെ നമുക്ക് സീൻസിങ് സാധനങ്ങൾ കിട്ടും. അയണ്, ഗോൾഡ്, ഡയമണ്ടൊക്കെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ആദ്യം വേണ്ടത് അയണാണ്. അയൺ പിക്കാക്സ് ഉണ്ടായാലേ നമുക്ക് ഗോൾഡും ഡയമണ്ട് എമറാൾഡൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ നെതറിലൊക്കെ പോകുന്നുണ്ട്. നെതർ എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് നെതറിലൊക്കെ പോകാൻ പതിയെ പോകും. വെള്ളത്തിൽ എത്തി ഗൈസ്. അതൊന്ന് സെറ്റപ്പ്. അയ്യോ, എന്താ നമ്മൾ വെള്ളത്തിലെത്തി. നമുക്ക് ഇതങ്ങ് അടച്ചേക്കാം, വെള്ളം വരുന്ന സ്ഥലം. ഓക്കെ, നമുക്ക് മൈൻ ചെയ്യാം ഗൈസ്. അയ്യോ, ഓക്കെ, നമുക്ക് ഇങ്ങനെ മൈൻ ചെയ്ത് കോപ്പർ കിട്ടത്തുടങ്ങി. നമ്മൾ കിട്ടുന്ന ഓരെല്ലാം എടുക്കും ഗൈസ്. കോപ്പർ അതിൻ്റെ അടുത്ത് തന്നെ കോളുണ്ട്. ഓക്കെ, നമ്മൾ കോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ അടച്ചേക്കാം. ആൻഡസൈറ്റ് വെറുതെ വേസ്റ്റാണ്. ഡെക്കറേറ്റിങ്ങിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് തീർക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ പിക്കാക്സ് പൊട്ടി 3 കരുതിയത് നന്നായി. സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം. ഈ സമയത്ത് തന്നെ ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് വാങ്ങിക്കാം. പക്ഷെ ഇവിടെ ഫുഡ് എടുത്തില്ല. സീന് ഗൈസ്, ഫുഡ് എടുക്കാൻ മറന്നു ഗൈസ്. എൻ്റെ മോനെ, അവിടെ കുറേ സോംബീസ് കയറിയിട്ടാണ് ക്രീപ്പറെല്ലാം ഉണ്ടാവും. ഇതയ്യാ സീൻ ഗൈസ്. നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഇറങ്ങിയാൽ ചാവും. അത് വേറെ കാര്യം. ഡീപ്പ് സ്ലേറ്റിലെത്തി. ഇവിടെ ഒരു കേവും ഇല്ലേ? എന്ത് സ്ഥലം? നമ്മൾ ബെഡ് റോക്കിൽ എത്താതിരുന്നാൽ മതി. കേവിലിറങ്ങി എന്തായാലും ചാവും. കാരണം അവിടെ ഇഷ്ടം പോലെ മോബ്സ് ഉണ്ടാവും. സാധാ പശു ആടൊന്നുമല്ല, അവിടെ ഫുൾ സോംബി, സ്കെലട്ടൺ, പിന്നെ സ്പൈഡർ, ക്രീപ്പറൊക്കെ ഉണ്ടാവും ഗൈസ്. ഇതെന്തെങ്കിലും അവിടെ എത്തുമോ? പക്ഷെ ടഫ് എന്ന് പറയുമ്പോഴേക്കല്ലേ ഇത്. പക്ഷേ ടഫ് വന്നിട്ടുണ്ട്. പിന്നെ ഡീപ്പ് സ്ലേറ്റും ഡൈവറേറ്റും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് മൈൻ ചെയ്ത് എപ്പോൾ അവിടെ എത്താനാണ്? പക്ഷേ ഞാനൊരു കേവിലെത്തിയിട്ട് കാണാം ഗൈസ്. മൈൻ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ സാധനം കിട്ടിയത്. ഇത് റെഡ് സ്റ്റോൺ ആണ് ഗൈസ്. റെഡ് സ്റ്റോൺ എടുക്കാൻ നമ്മളതിൽ ഇപ്പോൾ അയൺ പിക്കാക്സ് ഇല്ല. അതാണ് പ്രശ്നം. നമ്മൾ ഇതുവരെ ഇവിടെ കേവിൽ എത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് മൈനിങ് തുടങ്ങാം. മൈനിങ് കണ്ടിന്യൂ ചെയ്യാം. ടോർച്ച് വെച്ചാൽ ഇവിടെ ബെഡ് റോക്കിലെത്തി. നമ്മൾ മൈൻ ചെയ്തിട്ട് ഒരു കേവ് പോലും നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, അവിടെ ഡയമണ്ട്സും ഞങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. സംഭവം നമ്മുടെ ഈ സൈഡിൽ പൊസിഷൻ കണ്ടോ? അത് ഈ നടുക്കത്തെ നമ്പർ -59 പോയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് മൈൻ ചെയ്ത ഡയമണ്ട് കിട്ടുന്നതാണ് ഈ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ബെഡ് റോക്കിൽ എത്തി. കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ മണ്ടയ്ക്ക് കയറുന്നതാണ് ഗൈസ്. നമ്മൾ മണ്ടയ്ക്കയിൽ കയറട്ടെ ഗൈസ്. ഞാൻ വീട്ടിലെല്ലാം അങ്ങനെ ലെങ്ത് ആക്കുന്നില്ല. മണ്ടയിൽ കയറിയിട്ട് കാണാം ഗൈസ്. ഇത് മണ്ടയ്ക്കോട്ട് വലിഞ്ഞ് ഇങ്ങനെ കയറുന്നുണ്ട്. സ്പൈഡറൊക്കെ വന്നു ഗൈസ്. ഓക്കെ, നമ്മൾ മുകളിൽ വരുമ്പോൾ രാത്രിയും കാര്യങ്ങളൊക്കെ ആയി. എൻ്റെ മോനെ, ഇതോടെ മൊത്തം ഹോസ്റ്റൈൽ മോബ്സ് ആയിരിക്കും. സോംബി ഓടി വരുന്നു ഗൈസ്. വീട് ഓടാൻ നമ്മുടെ വീട്ടിലേക്ക് ഓടാൻ ഗൈസ്. വീട് അങ്ങോട്ടാണ്. ഓടാ, പന്നി ഞാനുള്ളത് ഗൈസ്. നമ്മൾ നേരെ ഗൈസ്. എൻ്റെ മോനെ, മോനെ, വില്ലേജർ, സോംബി വില്ലേജർ. എൻ്റെ മോനെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. തിരിഞ്ഞു നോക്കി എനിക്കെന്താ അടി കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു കുഞ്ഞ് സോംബി വില്ലേജർ ഉണ്ടായിരുന്നു നമ്മൾ അടിക്കുന്ന കൂട്ടത്തിൽ. വേഗം കിടന്നുറങ്ങാം ഗൈസ്. ഓക്കെ, സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. നമ്മൾ ഉറങ്ങി എണീച്ചിട്ടുണ്ട് രാവിലെ. നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കുക ഗൈസ്. അല്ല, നമ്മൾ കോപ്പർ ഉരുക്കാനിടാം. പിന്നെന്താ, 64 സ്റ്റാക്ക് ഇതുണ്ട്. കോബിൾ സ്റ്റോൺ ഉണ്ട്. പിന്നെ 64 ഒന്നുമില്ല. പിന്നെ ഡീപ്പ് സ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോബിളിൻ്റെ ഡീപ്പ് സ്ലേറ്റ്, പിന്നെ ഡയോറൈറ്റ് കിട്ടി, ടഫ് കിട്ടി. നമ്മളിങ്ങനെ മൈൻ ചെയ്താൽ നമുക്ക് എന്തായാലും ഒന്നും കിട്ടില്ല ഗൈസ്.
അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഫുഡായിട്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് റോട്ടൻ ഫ്ലഷ് എടുക്കാം. എന്തായാലും നമുക്ക് ഫുഡ് പോരെ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങനെയൊന്നും മറ്റേ നമ്മുടെ സ്ട്രീക്ക് മൈൻ ചെയ്തിട്ട് നമ്മുടെ കേവിലെത്തുന്നത് വെറുതെ ഇതാണ്, ടൈം വേസ്റ്റിംഗ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് നടന്ന് പോയി എവിടെയെങ്കിലും ഒരു കേവ് കണ്ടുപിടിച്ച് അതിനകത്ത് ഇറങ്ങാനാണ് ഈ പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്ക് ഇത് കേവ്. നമുക്ക് ഇത് വലിയൊരു കേവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നേരെ അതിനകത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എങ്ങനെ ഏത് സൈഡിൽ നിന്ന് ഇറങ്ങുമെന്നാണ് കൺഫ്യൂഷൻ. ഇവിടെ വെള്ളമുണ്ട്, അങ്ങനെ അങ്ങോട്ട് ചാടിയാൽ മതിയായിരുന്നു. വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സ്റ്റെപ്പ് സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എൻ്റെ സൈറ്റ് വെച്ചിട്ട് സ്റ്റെപ്പ് ആക്കാം. ഓക്കെ, ഷീൽഡ് കയ്യിൽ നിന്ന് ഓക്കെ. ഇനി ഇവിടെ ഓക്കെ ഇവിടത്തെ വരെ ആക്കി. ഇനി നമുക്ക് ഇവിടെ വെക്കാം. എനിക്ക് കോബിൾ സ്റ്റോൺ ഉപയോഗിക്കണ്ടായി. നമുക്ക് വേഗം വീട്ടിൽ പോയി ഡേർട്ട് എടുത്തിട്ട് വരാം. വീട് തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ. നമ്മുടെ വീട് എങ്ങനെയുണ്ട് ഗൈസ്? ഓക്കെ, നമ്മുടെ ഒരു ചെറിയ വീടേ ആക്കിയിട്ടുള്ളൂ. നമ്മുടെ ഇനി നമ്മുടെ ഭാവിയിൽ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഗൈസ്. അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് ആക്കാം, സെറ്റാക്കാം. പക്ഷേ കോപ്പർ ആയിട്ടുണ്ട്. നമ്മൾ കോപ്പർ എടുത്ത് ഇവിടത്തേക്ക് വെച്ചേക്കാം ഗൈസ്. 35 ആയി നമ്മുടെ കയ്യിൽ കോപ്പർ. നമുക്കൊരു 12 ഡേർട്ട് ഉണ്ട്, അതും പിന്നെ ഒരു സ്റ്റാക്ക് ഡേർട്ടും കൂടെ എടുത്തേക്കാം ഗൈസ്. ഓക്കെ, ഒരു സ്റ്റാക്ക് ഡേർട്ട് കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഈ റോട്ടൻ ഫ്ലഷ് തിന്നിട്ട് പോവാം ഗൈസ്. റോട്ടൻ ഫ്ലഷ് തിന്നാൽ നമുക്ക് ചെറിയ പോയിസൺ പോലത്തെ സെറ്റപ്പൊക്കെ പിടിക്കും. അത് സീനൊന്നുമില്ല ഗൈസ്, അത് കുറച്ച് നേരം പോയിക്കോളും. അത് എത്ര മിനിറ്റ് അത് ഇവിടെ കാണിക്കൂല. അത് 18 സെക്കൻഡാണ് ഗൈസ്. അതിപ്പം പോകും, അത് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഏത് സൈഡിലാണ്? ആ സൈഡിലാണ് നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. സ്റ്റെപ്പ് ഒന്നും പറയാൻ പറ്റൂല, എന്നാലും സ്റ്റെപ്പ് എന്ന് പറയാം. അല്ല, അതെന്താ പറയുക അല്ലേ ഗൈസ്? ഓക്കെ, നമ്മൾ ആ കേവിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. നമ്മൾ എൻ്റെ മോനെ ഗൈസ്, നമ്മൾ സോംബിയുടെ തല്ലേറ്റ് താഴേക്ക് വീണ് ഗൈസ്. നമ്മൾ സോംബി നമ്മുടെ അടിച്ച് നിലത്തേക്ക് ഇട്ട് നമ്മൾ വളഞ്ഞിട്ടാക്കാൻ നമ്മൾ 3 എണ്ണമൊക്കെ കൂടിയാണ് നമ്മൾ ആക്രമിക്കുന്നത്. നമ്മൾ സോംബി നമ്മൾ അടിച്ച് താഴേക്ക് ഇട്ട് നമ്മൾ ചത്തു ഗൈസ്. ഓക്കെ, ബാക്കി നമ്മുടെ അടുത്ത എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും. നമ്മൾ കേവിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.